100 ഏക്കർ കുരുമുളകും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അതെ എളിയാ ഒന്ന് തിമ്മപ്പാ ഇതുവരെ കണ്ട പെണ്ണായിരുന്നു. അപ്പൊ ഇനിയുള്ള മലയെ ഇത് ചെലവിന് സ്ഥലം വിട്ടു. ഇനി ആളെ പറ്റിക്കാൻ മുട്ടിയെ അടിച്ചോടിച്ചോളെ പറഞ്ഞോളൂ. ನಿನ್ನೆ ನೋಡ್ಲಿಕ್ಕೆ ಬಂದವರು നല്ല പൊണ്ണപ്പാ. ഫോക്സോ ഒന്ന് കേട്ടിട്ടുണ്ടാ? എന്നാ ഞാൻ കാണിച്ചാൽ ഇയാള് പറഞ്ഞു കേട്ടില്ലേ? ശൈശവാക്കം ജാമ്യം പോലും കിട്ടില്ല. ഞാൻ ശരിയാക്കി തരാ. നിന്നെ നോಡ್ಲಿಕ್ಕೆ ಬಂದವರು ഇപ്പൊ എന്താ ആടൊക്കെ പറയല്ലേ. അത് പിന്നെ മരത്തെ കുടുങ്ങിയപ്പോ വലിച്ചപ്പോ വനചേച്ചി കണ്ടിക്കണ്ടെങ്കിൽ മറ്റല്ലേ വെട്ടിടി ഒരു ഇങ്ങോട്ട് ഓന്റെ സ്കൂൾ കുട്ടികള്. നല്ല മഴ പെയ്ത ഒരു തുള്ളി പുറത്തു പോലെ. ಇದು ಹುಡುಗಿ ಮನೆ. ನಮಸ್ಕಾರ. ಇದಮ್ಮ, ಇದು ಮಾಮನ್, ಇವರು ಹುಡುಗ. ಇವರು ಎಲ್ಲ ಫ್ರೆಂಡ್ಸ್ಗಳು. ಎಲ್ಲಿ ನಿಮ್ಮ ಮಗಳು? ಕರೀರಿ. ಕಾವೇರಿ. എനക്ക് ഓക്കെ എന്നിട്ടാ നിർത്തി വിശേഷം ചോദിച്ചല്ലേ എന്നോ ചേച്ചി ഇവർക്ക് സംസാരിക്കണം. ಇವರು ನಿಮ್ ಜೋದಿಗೆ ಮಾತಾಡ್ಬೇಕು. ಆಯ್ತಾ? ಆಯ್ತಮ್ಮ. ಪಾಪ ಬನ್ನಿ, ഇപ്പൊ ഒരാളെ ನೀವು ಮಾತಾಡಿ. ಹೋಗಮ್ಮ. ഹലോ. ഹലോ. എന്താ പേര്? അമ്മ. ಏಮ ನಿಮ್ಮ ಹೆಸರು ಏನಂತ ಕೇಳಿದ್ದ? ಕಾವೇರಿ. കാവേരി നല്ല പേര്. ನೀವು ಏನ್ ಕೆಲಸ ಮಾಡ್ತಿದ್ರ? നിന്റെ ജോലി എന്താന്ന്? പെയിന്റിംഗ്. കാറുണ്ട് അവർക്ക്. കാറല്ല, ഇതേ മനയിൽ നീന്ത്. അതെ നീ ചോദിക്കാം. പേരൊന്ന് ചോദിക്കാലോ. പേരൊക്കെ മോളെ പേര് വയസ്സെത്രേ? നിൻ വയസ്സ് എത്രൂന്ന്? 19. 19. എനക്ക് വയസ്സ് 29 ആയുള്ളൂ. 29. ಅಮ್ಮ ಎನ್ನೆ ಇಷ್ಟ ಅನ್ನೋನೊಂದು ಚೂ ಅವನು ನಿಮ್ಗೆ ಇಷ್ಟ ಆಯ್ತಾ ಅಂತ ಕೇಳುತ್ತಾರೆ. അലിയ ഓക്കെ. എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എനക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഫിക്സ് ചെയ്തോട്ടെ? അലിയ ഫിക്സ് ചെയ്തിക്കില്ലേ? 50,000 കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല. ಹಣ ಇಟ್ಕೊಳ್ಳಿ. ആയിത്തമ്മ. ഈശ്വര ഇതെങ്കിലും ഒഴിവാകാണ്ട് കാത്തോളൂ. ഈശ്വര കുട്ടീന്റെ മനസ്സിലാകാണ്ട് കാത്തോളൂ. അതെ ഇന്ന് ലേശ കുറി എടുത്തിട്ട് ഞാൻ നോക്കിട്ട് കൊടുത്തോട്ടെ. ഒരുവിധം ഒന്ന് ചാലുവാക്കി കൊണ്ടുവരുന്ന. അതെ വേറെ ആർക്കും കാണിക്കണ്ടെന്നൊന്ന് പൈസ കൊടുത്ത് ബുക്ക് ചെയ്തല്ലേ വേറെ ആരും കാണിക്കൂല. അപ്പൊ ശരി വരട്ടെ. നീ ഇങ്ങോട്ട് വാ. ഇപ്പം വിടുന്നു. ബൈ. ആടല്ല പൊമ്പിള്ളേരിൽ എങ്ങനെയുണ്ട്? വീഴത്തെ പോലത്തെ മനുഷ്യന്മാരനാടി എക്സ്ട്രാ കൊമ്പും നേറ്റൊന്നും ഇല്ല. സുന്ദരി പെണ്ണാണെന്ന് അറിയുമ്പോ കല്യാണത്തി ആടെ കക്കൂസ് ഒന്നും ഇല്ല കേട്ടാ. കക്കൂസ് ഇല്ലാണ്ട് എങ്ങനെയാന്ന് അതെല്ലാം ഓർ അഡ്ജസ്റ്റ് ചെയ്തോളൂ. നിങ്ങൾ വെറുതെ ബേജാറാവണ്ടപ്പാ. ബബിതേ പെണ്ണ് എം എ വരെ പഠിച്ചതാട്ടാ. നമ്മളെ ബ്രിഗേഷു എം എ അല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. ഇവിടെ 10ാം ക്ലാസ് അടിക്കാൻ പെട്ട പാടെ എനിക്കേ അറിയൂ. വീടല്ലേ 10 തോറ്റ്. ആടെ എമ്മ പറഞ്ഞിട്ടോന്നൊരു വിലയുണ്ടായിനി. പിന്നെ എനക്കൊരു വില കുറേണ്ടാവട്ട് ഞാനും പറഞ്ഞു അമ്മയെന്ന്. സ്പോട്ടിൽ 2 പഴംപൊരി. ഡബിൾ അമ്മയെന്ന് പറയുന്നു. 4 കിട്ടിയ 16-ാം തീയതി കഴിഞ്ഞ പോലും വരും കേട്ടാ. ഇങ്ങളായിട്ട് എന്നെ കൊളാക്കാൻ നിൽക്കണ്ട.
ആ അച്ഛാ നമുക്ക് അങ്ങ് സെറ്റ് ആയി കളിയാട്ടാ. 40 വയസ്സായില്ലേ ഓന്? ഇനി ഓനെന്തിനൊരു കല്യാണം? അതും മഞ്ഞനാട്ടിന്ന് ഇനിയൊന്നും പൊരി കയറ്റാൻ പറ്റൂലപ്പ. ഏട്ടാ ആ നോക്കാം. നമ്മളെ നാട്ടിലുള്ള പെണ്ണാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ പാർട്ടിക്ക് ഇടപെടേനു. കുടയിൽ എല്ലാ പൊരിയിലും തോക്കുണ്ടെന്ന് അളിയാ മുറി കഴിഞ്ഞിരുന്ന കാര്യം പറയും. നിങ്ങൾ മുറിവഞ്ഞു കൊടുക്കുന്നത് പെയിന്റ് അടി ശരിയാക്കാനുള്ളതാ. ചൊറിഞ്ഞോണ്ട് അളിയ വാ, ഒരുപാട് പൈസ സെറ്റാക്കാനുള്ളതാ. ഇപ്പൊ സുന്ദരനാക്കി തരാം കേട്ടോ. ബബിതേ ദാ ഇത് എനിക്കുള്ളതാ. എന്നാലും എൻ്റെ മോനെ എനിക്കൊരു പെണ്ണ് കെട്ടാൻ വേണ്ടി ഇനി അങ്ങ് കൊടുവ് വരെ പോണ്ടി വന്നില്ലേ. ഓ എനിക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എനിക്ക് എന്തേലും ഞാൻ കല്യാണം കഴിച്ചു തരുവേനു. വല്ലാണ്ട് അങ്ങ് തടകല്ലേ. ഞാൻ നിങ്ങളെ ആങ്ങളേൻ്റെ മോളെ ചോദിച്ചപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ പുളുത്തൂന്നല്ലേ പറഞ്ഞേ. എനിക്ക് കുടകുമായി. ഞാനെന്ത് പറഞ്ഞു? സങ്കടം കൊണ്ടാ അമ്മായി. ആ അച്ഛൻ എവിടെയാ? ഞങ്ങളോട് പറഞ്ഞ ಚೆನ್ನಾಗಿದ್ರಾ? കാല് പിടിക്കുന്നത് ഈ അവസാന നിമിഷത്തിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞു. അതെന്തായാലും ഒന്ന് സെറ്റാക്കി തരണം നിങ്ങള്. കഴിച്ച ಬ್ಯಾಕ್ ಸೈಡ್ ಅಲ್ಲಿರೋ ಫ್ರೆಂಡ್ಸ್ ಎಲ್ಲ ನಮ್ಮ ಮನೆಯಲ್ಲ ಬಂದವರಾ? ഓനാണ് പോയി കൊടുക്കുന്നത്. എന്താ ഒരു പൈസ ഇറങ്ങിയ ആളല്ലേ. ഒരു മിനിറ്റ് ആ ഫ്രോഡ് കൊണ്ട് കൊണ്ടുണ്ട്. ഓനെ ആ പണീനെ മറിച്ചിട്ട്. എടാ എന്തോ പറയുന്നു. ഹായ് ഹായ്, ಚೆನ್ನಾಗಿದ್ದೀಯಾ? നിന്റെ കാർ എടുത്തുന്നാ ചോദിക്കുന്നത്. കാർ ഇവനാ. അത് തിമ്മപ്പം മുളവന്റെ ഫോട്ടോ എടുത്തേ കാറിന്റെ മുകളിലുള്ള ആ ഫോട്ടോ വെച്ചിട്ട് ഒരു കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ടാവുക. ഇവര് മന്ദർ. മതൻ. യെസ്. അതെ 10 പൈസ ഓൻ്റെ അടുത്ത് എടുക്കാനില്ല. പറയാൻ്റെ കുറച്ചും കൂടെ എപ്പോഴും പറയണ്ടല്ലേ. പിന്നെ വിളിക്കാം. എന്ത് കാറെങ്കിൽ കാറ് നടന്നാൽ മതിയെന്ന്. ഈ നാട്ടില് ഇങ്ങനെ കൊടകുന്നൊരു കല്യാണം ഇതാദ്യമായിട്ടാ. നിങ്ങളെ നാട്ടിലെ രീതിയൊക്കെ ഒന്ന് പറ. പെണ്ണിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്കൊരു എഗ്രിമെന്റ് വേണം. അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അതിന്റെ കണക്കുകൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം. അതെല്ലാം നമ്മൾ ബ്രിഗേഡ്സിനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നാട്ടില് ഒരു തനതായ സംസ്കാരമുണ്ട്, ഒരു തനതായ രീതിയുണ്ട്. അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം എഗ്രിമെന്റ് ഉണ്ടാക്കാനും മുമ്പോട്ട് പോകാനും. എല്ലാം ഓക്കെ. എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് ചേച്ചി അതെവിടെ ഉണ്ട്? ബ്രോക്കർ പറഞ്ഞ് റെഡിയാക്കി വെച്ചാ അതൊന്ന് വായിക്കാം. മലയാളത്തിലും കന്നഡയിലുണ്ട്. മലയാളത്തിൽ വായിക്കും. മേമുണ്ട് അംശം ചാത്തോത്ത് ദേശം വാണംപറമ്പിൽ നാണുമകൻ ബ്രിഗേഷും കുടക് ബോണിക്കുപ്പ SR ഹാജി നഗർ സോമപ്പ കാവേരി തമ്മിൽ നടത്തുന്ന കല്യാണത്തിന് സ്ഥലം പാർട്ടി സെക്രട്ടറി വനജയുടെ മുഖതാവിൽ ബന്ധപ്പെട്ടവർ ഒപ്പുവെക്കുന്നതാണ്. എല്ലാവർക്കും കേൾക്കാനല്ലേ? തീരുമാനിച്ചുറപ്പിക്കപ്പെട്ട ബ്രോക്കർ ചാർജ് 1 ലക്ഷം രൂപയുടെ പകുതി കല്യാണം ഉറപ്പു നൽകുന്നെന്നും ബാക്കി പകുതി കല്യാണ തലേന്നും ബ്രോക്കർമാരെ ഏൽപ്പിക്കേണ്ടതാണ്. വധുവിന് ഇത് ഇവിടെ ഉറപ്പിച്ചു പോയിനെ. 1 ലക്ഷം രൂപയും പൂമൂടൽ കുറച്ച് നീട്ടിയിട്ടാണ്. കക്കൂസ് എടുക്കാനുള്ള ചാർജും വല്ല മാറ്റം ഉണ്ടെങ്കിൽ ആടേക്ക് വിളിക്കാം. 1.5 ലക്ഷമാണ് നമ്മുടെ കൂലി. അറിയാലോ, അത് മറക്കണ്ട. നൽകുന്നതാണ്. കല്യാണം ഉറപ്പ് നൽകി 1 മാസത്തിനുള്ളിൽ പൂമൂടൽ ചടങ്ങ് നടത്തപ്പെടുകയും അവിടെ നിന്നൊരു മാസത്തിനുള്ളിൽ ഭവിതന്റെ പേര് ഞാൻ കാത്തിക്കണ്ട. കല്യാണപ്പെടേണ്ടതുമാണ്. 5000 റുപ്യ അധികം കിട്ടിയ ഊറോളെ വേറെ ആർക്കെങ്കിലും മാർക്ക് എനക്കത് തോന്നുന്നു. എന്താ മത്തി കച്ചവടം? പൂമൂടലിനുള്ള 8 തേങ്ങ ഒഴികെ ബാക്കിയെല്ലാം ബ്രോക്കർ തിമ്മപ്പയുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും കൊടുക്കപ്പെടുന്നതാണ്. സൈൻ ചെയ്യേണ്ട ആളെ പേര് ഞാൻ ഇവിടുന്ന് വിളിച്ചു പറയാം. ഒന്ന് ഓരോരുത്തരായിട്ട് വന്ന് ഒപ്പിട്ട്. സോമപ്പ എച്ചഗിരെഡ്ഡി, രാജു എച്ചഗിരെഡ്ഡി, ബ്രോക്കർ തിമ്മപ്പ. ഒന്നിങ്ങ് മുന്നോട്ട് അതിന് ഒപ്പിട്ടാന്നേക്ക്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒപ്പിട്ടോട്ടെ. എന്തായി? പാല് വാങ്ങിക്കില്ല വനജേ. മറിയുമ്പോ എന്താ കുന്തപ്പല്ല് നോക്കി നിക്കുന്നേ? പോയി ആട്ടിനെ കറന്നോളി. ആട്ടിന്റെ കറവ് വരിട്ട് 6 മാസമായി വനജെ. എന്നാ ഇനി പോയി വാങ്ങിക്കൊണ്ടിരി. ഞാൻ പോകൂലേ, എനിക്കിത് കാണണ്ടേ. ഇതെന്ത് കാണാനാ? എന്താ പാർട്ടി സമ്മേളന? ഒരു പാലിന്റെ കാര്യത്തിലും ആരും നമ്മെ തോപ്പിക്കാന്ന് വിചാരിക്കണ്ട. കട്ടൻ ചായ കൊടുത്തോളി. അതാ നമ്മളെ സംസ്കാരം. ചേച്ചി ഞാള് ചെറുത് 2 അടിക്കുന്നുണ്ടേ. കുടിച്ചു കളിക്കാൻ നേരം കാലം ഇല്ലല്ലോ. 2 അടിച്ചു കഴിഞ്ഞാൽ നേരവും കാലം നമ്മൾ പറയുന്നല്ലേ. മത്തി കറി വെച്ച് കൂട്ടിക്കോ. പോത്ത് കത്ത് കെട്ടല്ലേ. നല്ല ഉപമ. എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാ. ഫോണില് ചേച്ചിനോട് പറയാം. ചേച്ചി ബ്രിഗേഷിന്റെ പെണ്ണാന്ന് വീഡിയോ കോള്. അതാ ഒരെണ്ണം വേണം. ഹായ് മേഹും വനജാഹും. ഇന്ത്യ അല്ല കന്നഡല്ലേ?
ಇವರು ನಮ್ಮ ಪಾರ್ಟಿ ಸೆಕ್ರೆಟರಿ LDF. നാം എത്ര കഷ്ടപ്പാടൊക്കെ എടുത്തു. ഓളെ കഷ്ടപ്പാട് തീരുമല്ലോ, നമ്മളെ പൈസ കൊടുത്തിനല്ലോ. ലാൽ സലാം. ആ ലാൽ സലാം. ഏടത്തി മതിയാക്കടാ. ദേ ഇങ്ങടെ മരുമോളാ. എടെ കാണട്ടെ. കാണുന്നില്ല വനജ, ഒരു കറുപ്പ്. പിടിച്ചോ. നോക്കട്ടെ. എന്റെ മോനെ, ആരെയാ നീ കണ്ടുപിടിച്ചേ? വനജേ ഇപ്പണ്ട് വേണ്ട, ഇവള് എല്ലാം ഒരു ആട്ടിയേറ്റ പണിയാ. ഇങ്ങനൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്ന നാട്ടുകാരുടെ പോന്ന് നോക്കട്ടെ. ഞാൻ കേട്ടൂല, ഈ കൊലയിൽ ഞാൻ കേട്ടൂല. എന്റെ ജീവൻ പോയാലും പണം കിട്ടൂല. എന്ത് നട കാണുന്നത്? അമ്മ ഇത് നൈറ്റ് ഡ്രസ് അല്ലേ? എന്തോലൊക്കെയായാലും ഈ പെണ്ണിന് ഈ പെണ്ണിന് പറ്റില്ല. എനിക്ക് വേണ്ട, ഞാനല്ലേ ആയിക്കണ്ടേ. സ്വന്തം അമ്മ എന്നെ മുടക്കാൻ ഞാൻ എന്താക്കും? എനിക്ക് ആരും വേണ്ട, പോടാ. ഒരു ജട്ടിയിട്ട പെണ്ണെ കൊണ്ട് വന്നിരിക്കുന്നു. ജട്ടിയിട്ട പെണ്ണെ കൊണ്ട് വന്നിരിക്കുന്നു.